ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. സമൂച്ചീസിൽ ഇന്ന് ഞാനൊരു സ്വീറ്റാണ് കേട്ടോ തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. ആപ്പിൾ മിൽക്ക് പുഡിങ്. അതിനുവേണ്ടി ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്, 2 ആപ്പിള്, 1 കപ്പ് പഞ്ചസാര, 3 സ്പൂൺ കോൺഫ്ലവർ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ആപ്പിൾ മിൽക്ക് പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അത് ഈ പാലും കോൺഫ്ലവറും പഞ്ചസാരയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഈ ആപ്പിൾ ഒന്ന് പീൽ ചെയ്തിട്ട് നല്ല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എങ്ങനെയാണ് ഈ ആപ്പിൾ മിൽക്ക് പുഡിങ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പുഡിങ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 3 സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്ത് കൊടുക്കുക. കോൺഫ്ലവർ അല്പം പാലെടുത്തിട്ട് അതിനകത്ത് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ഡയറക്റ്റ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1, 2, ഒരു 3 സ്പൂൺ നിറച്ച് പഞ്ചസാര ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. നോക്കിയിട്ട് മധുരത്തിൻ്റെ അളവ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 സ്പൂണാണ് ചേർത്തത്. ഇനി പോരാതെ വരുവാണെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കും. ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇത് കുറുക്കിയെടുക്കുകയും വേണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ല ഇത് പെട്ടെന്നത് കട്ട പിടിച്ചു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. പാലും പഞ്ചസാരയും കോൺഫ്ലവറും കൂടെയുള്ള മിക്സിയോട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മതിയാക്കാം. പുഡിങ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കുക. ഇത്രയും മതി. ഇനി നമുക്ക് ആപ്പിളൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാത്രം വെച്ച് അതിലേക്ക് 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇവിടെയും പഞ്ചസാരയുടെ അളവ് നമ്മുടെ മധുരത്തിന് ആവശ്യമായ രീതിയിൽ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 സ്പൂൺ ചേർത്തിട്ടുണ്ട്. പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കാരമലൈസ് ആയിട്ട് മാത്രം നോക്കി ഇതിനകത്തേക്ക് ആപ്പിൾ ചേർത്ത് കൊടുത്താൽ മതി. എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കുറച്ച് വയ്ക്കണം. മധുരത്തിൻ്റെ അളവ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇടണം കേട്ടോ. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ഇടുക. ഇവിടെ പൊതുവേ മധുരം കുറവാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മധുരത്തിൻ്റെ അളവ് കുറച്ചതാണ്. പഞ്ചസാരയുടെ കളറ് അല്പം ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. നോക്കിനി ഇതിനകത്തേക്ക് ആപ്പിൾ ചേർത്ത് കൊടുക്കാം. ആപ്പിൾ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അതിട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതുപോലെ ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കണം. ഈ ആപ്പിളിന് നന്നായിട്ട് വെന്ത് കിട്ടണം. 1/2 പാത്രം വെള്ളം ഒഴിച്ച് കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലാതെ അടിയിൽ പിടിച്ചൊരു പഞ്ചസാരയായിട്ട് അടിയിൽ പിടിച്ചിരിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി ഇവിടെ നന്നായിട്ട് വേകട്ടെ. ആപ്പിൾ ഇവിടെ നന്നായിട്ട് കാരമലൈസ് ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് കാരമലൈസ് ആയിട്ടുണ്ട്. ഇത് നമുക്കിനി മതിയാക്കിയിട്ട് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പാൽ മിക്സിലേക്ക് നമുക്ക് കാരമലൈസ് ചെയ്ത ആപ്പിൾ വെച്ച് കൊടുക്കുക. ഇത് നന്നായി തണുപ്പിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. ഗ്രീൻ ആപ്പിൾ വെച്ചൊരു പച്ചടി ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ല എങ്കിലൊന്ന് കാണണം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ആപ്പിൾ മിൽക്ക് പുഡിങ് ഇവിടെ റെഡിയായി. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം വേണം ഇത് കഴിക്കാനായിട്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് ഒരുപോലെ ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്